ഞണ്ട് ചോദിക്കാനുണ്ടോ? ആണല്ലേ? മുത്തശ്ശിയാണോ ഞണ്ട് എക്സ്പെർട്ട്? അമ്മയും മുത്തശ്ശി രണ്ടുപേരും. ആ അത് ശരി. എനിക്ക് എന്റെ ഒരു പ്രശ്നം എന്താ, എനിക്ക് ഞണ്ട് കഴിക്കാൻ അറിയില്ല. സത്യമായിട്ടോ. അല്ല, ദേവുവിന് എന്താ ഗുണം വെച്ചാൽ ദേവുവിന്റെ ഒക്കെ ചെറിയ വിരലായതുകൊണ്ട് തോണ്ടിയെടുക്കാൻ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ഈ മുത്തശ്ശിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? അത് അച്ഛനല്ലേ? അല്ല അച്ഛൻ പറയും. അല്ല, മുത്തശ്ശിയിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ നമ്മുടെ മാളികപ്പുറത്തിലെ അമ്മൂമ്മയുടെ പോലെ നല്ല അമ്മയുടെ അമ്മയുടെ അതെ തന്നെ മോറൽ സ്റ്റോറീസ് ഒരുപാട് പറഞ്ഞു കൊടുക്കും. എല്ലാ ദിവസവും ഇവർ ഒരുമിച്ചാണ് കിടക്കണേ, അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ കിടക്കണേ. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്ന് സ്കൂളിൽ പോയ വിശേഷങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദേവുവിന്റെ മെച്യൂരിറ്റിയുടെ കാര്യം എന്താന്ന്. അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും. അവിടെ നിന്നാണ് ഇത് കിട്ടിയത്, എനിക്ക് മനസ്സിലായി. അമ്മൂമ്മയ്ക്ക് ക്രെഡിറ്റ് ഇരിക്കട്ടെ. അമ്മൂമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. പിന്നെ ദേവ് ബുക്സ് വായിക്കുന്ന ആളാണ്. അപ്പൊ ബുക്സ് നന്നായിട്ട് വായിക്കുന്ന ആളാണ്. അപ്പൊ ലൈബ്രറി ഉണ്ട്. ആണോ? വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വായിക്കുന്നോണ്ടിരിക്കുന്ന പുസ്തകം ഏതാ? ഇതിപ്പോ ഞാൻ തകരുന്ന കണ്ടോട്ടോ നിങ്ങളെല്ലാവരും. സുധാമൂർത്തി മാമിന്റെ കുറെ ബുക്സ് ആണ് ഈ ഇടയ്ക്കായിട്ട് വായിക്കുന്നത്. മിക്കതും വായിച്ചു തീർന്നു. ഇപ്പം ഒരെണ്ണം കഴിയാണ്, ദ സേജ് വിത്ത് ടു ഹോർൺസ്. അത് ശരി. സുധാമൂർത്തി മാം എന്ന് പറയുമ്പോ എനിക്കൊരു ആശ്വാസമായി. കുറച്ച് പുസ്തകമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. പിന്നെ ജെ.കെ. റൗളിംഗ്, ഇനിയിപ്പോ സോമന്റെ കൃതാവിന്റെ വിശേഷം ചോദിച്ചില്ലല്ലോ. ഒക്ടോബർ 6-ാം തീയതി സിനിമ റിലീസ് ആവുമ്പോ ദേവുവിന് ടെൻഷൻ ഉണ്ടോ? എന്റെ ഒരു പുതിയ സിനിമ റിലീസ് ആവുന്നു, എത്ര പേര് എല്ലാരും പോയി കാണുമോ, തിയേറ്ററിൽ ഹിറ്റ് ആവോ, അങ്ങനെയുള്ള എന്തെങ്കിലും ടെൻഷൻ ദേവുവിനുണ്ടോ? സന്തോഷാണ്. പുതിയ സിനിമ റിലീസ് ആകുകയാണ്. പിന്നെ നല്ലൊരു സിനിമയാണ്. ഇന്ത്യക്കും ഒരു കുറെ പ്രത്യേകതകളുണ്ട്. സോമനുമുണ്ട്. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ടോപ്പിക്കാണ്. പലപ്പോഴും ദേവ് ഞാനായിരിക്കുമല്ലോ കഥകൾ കേൾക്കുന്നത്. അപ്പൊ ഈ കഥകൾ കേൾക്കുമ്പോ ദേവുവിന് ചെയ്യാൻ പറ്റുമോന്ന് നമ്മളാണ് ശരിക്കും ഇതാണ്. അപ്പൊ ഞാൻ കഥ കേട്ടാലും ദേവുവിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും ഇതിന്റെ ഫുൾ കഥകൾ പറയാറില്ല. ഒരു ചെറിയൊരു ഔട്ട്ലൈനെ പറയാറുള്ളൂ. ഇപ്പൊ സോമന്റെ കൃതാവിന്റെ കഥ കേട്ടിട്ട് ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉള്ളിലും ഉണ്ട് ചിലപ്പോ ഒരു സോമൻ, ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ട്. അതാ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവനവന്റെ കുട്ടിയെ വളർത്തുന്ന രീതി അല്ലെങ്കിൽ അവനവന്റെ ഫാമിലി നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് ശരിക്കും ആ പടം ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ മാളികപ്പുറത്തിന് മുമ്പ് ചെയ്തതാണ്. അതിനുശേഷം 2018 അതിനുശേഷം നെയ്മർ ചെയ്ത. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ടാണല്ലോ എല്ലാ സിനിമകളും ചെയ്യുന്നത്. കുറച്ചുകൂടി ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഒരു അച്ഛനും മോളും, കാരണം ഞാനും ദൈവം കുറെ വർഷമായിട്ട് ഒരുമിച്ച യാത്രകളും